ഞാൻ കുറച്ച് ആളുകളെ കുറിച്ച് പറയാം. ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിയായിരുന്നു. ആൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളില്ല. അയ്യോ, അമ്മാവൻ പണ്ട് പോലീസല്ലായിരുന്നു. പുള്ളി ഇടപെടാത്ത പ്രോജക്റ്റുകളുണ്ടോ? അയ്യോ, വില്ലേജ് ഓഫീസറായിട്ട് അമ്മ ഇരിക്കുന്ന ചിറ്റപ്പൻ അറിയാൻ വയ്യാത്ത ഏത് പ്രോജക്റ്റാ പോലെ ഉള്ളത്. പിന്നെ എത്ര പിള്ളേരെ ഞാൻ നിലയ്ക്ക് നിർത്തിയിട്ടുള്ള എന്നോടാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി ബസ്സിൽ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ഒരു സഹയാത്രികനോടോ അടുത്തിരിക്കുന്ന അമ്മച്ചിയോടോ വീട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന ചേച്ചിയോടോ പോലും അഭിപ്രായം ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പം നിങ്ങൾക്ക് തോന്നും നിങ്ങളെ ഞാൻ കളിയാക്കുകയാണെന്ന് ഞാൻ കാര്യം പറയുന്നു. സത്യമായിട്ടുമല്ല. കാരണം ഞാൻ എൻ്റെ ഒരു ഈ പറഞ്ഞ 13-14 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദിസ് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഐ ഹാവ് സീൻ ദിസ് ഇൻഫ്ലുവൻസേഴ്സ് ഈ പറയുന്ന സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു അറിവും അല്ലെങ്കിൽ ആ ഫീൽഡിൽ യാതൊരു വിധമായ പ്രാവീണ്യമില്ലാത്ത കുറച്ച് പേര് അഭിപ്രായം പറയുന്നതിനനുസരിച്ചിട്ട് കുറെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ട് അവസാനം തങ്ങളുടെ പൈസയും തങ്ങളുടെ സമയവും കളഞ്ഞ് തങ്ങൾക്ക് കിട്ടാവുന്നതായിട്ടുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലയൻസ് എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഡോക്ടറുടെ പണിയും അല്ലെങ്കിൽ ഒരു അഡ്മിന്റെ പണിയും ചെയ്യണം എന്ന് പറയുന്ന പോലെ ഇരിക്കും ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതുപോലെ തന്നെയാണ് ഒരു റെസിഡൻസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടന്റിന് അറിയാം എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു ക്ലയൻസിന്റെ ആവശ്യം, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന അല്ലെങ്കിൽ ആ കൺസൾട്ടന്റ് ചോദിക്കുന്ന ചോദ്യത്തിൽ ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു മേക്ക് ഔട്ട് വാട്ട് ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആക്ച്വലി റിക്വയർസ്, വാട്ട് ഈസ് ദിസ് നീഡ്. അല്ലാതെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കൊണ്ടുപോയിട്ട് സർക്കാർ ജോലി ഉണ്ടായിരുന്ന ഒരു ചിറ്റപ്പന്റെയോ വല്യച്ഛന്റെയോ അടുക്കലല്ല ചോദിച്ചു തീർക്കേണ്ടത്. പുള്ളിയുടെ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ചെയ്തിട്ടില്ലായിരിക്കും. ആ പുള്ളിയാണ് നിങ്ങളുടെ അടുക്കൽ 1-2 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് മോനെ ഒരു കാരണവശാലും അവിടെ ചെയ്യരുത്, ഇന്ന പ്രശ്നങ്ങൾ വരും, അവിടെ വെള്ളം കയറും, അവിടെ അല്ലെങ്കിൽ ഈ ചുവരുകൾക്ക് ഈ ഫ്ലാറ്റിലൊക്കെ ആരെങ്കിലും താമസിക്കുമോ, അല്ലെങ്കിൽ ആ വില്ലായി പോയി കഴിഞ്ഞാൽ മോനെ നീ ഒറ്റപ്പെട്ട് പോകത്തില്ല, നമ്മുടെ ഫാമിലി എന്ത് പറയും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും ആ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അയ്യോ മോനെ 220 kV ലൈനാ മേളിൽ കൂടെ പോകുന്നത്, അതിൻ്റെ ഇടയിലും കാണാൻ താമസിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് ബ്ലഡ് ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൂപ്പനെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്. പക്ഷെ ഇതേ സ്പോട്ടിൽ മറ്റു പലരും താങ്കളുടെ ഫാമിലീസോ അല്ലെങ്കിൽ താങ്കളുടെ സിറ്റുവേഷൻസോ ഗ്രൂം ചെയ്യുമ്പോൾ ദ പീപ്പിൾ ഹു കെയിം ഫോർ ദ എന്താ പറയുക ഇവിടെ ആദ്യം വന്ന് ബെറ്റർ പ്രൈസിന് ഓഫേഴ്സ് ഉണ്ടായിരുന്ന പല ക്ലയൻസും ദേ സ്റ്റിൽ സെർച്ചിങ് ഫോർ ദെയർ ഹോം. 5-8 വർഷം കൊണ്ട് അവർ വീണ്ടും താങ്കളുടെ വീടും സ്ഥലവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതില് വാട്ട് ഐ വാണ്ടഡ് ടു സജസ്റ്റ് ആസ് എ കൺസൾട്ടന്റ് ബീങ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ഇൻഫ്ലുവൻസർ ഫീൽഡ് എ ലോട്ട്. കാരണം അതുപോലെയുള്ള ഒരു മാർക്കറ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ എൻ്റെ ലൈക്ക് വർക്കിംഗ് ലൊക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്താ പറയുന്നത്, ഞാനൊക്കെ പറയാറുണ്ട് ഒരു 3-4 തലമുറ അപ്പുറത്തുള്ള അപ്പൂപ്പന്മാര് ചിലപ്പം താങ്കളെ മരിച്ചു കിടക്കുന്നിടത്തോട് ഇന്നിട്ട് വന്ന അഭിപ്രായം പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് ദാറ്റ് ഏരിയ. അപ്പൊ ഞാനതിനെ പെർട്ടിക്കുലർ ലൊക്കേഷൻ പറയുന്നില്ല. സോ യുവർ ഹാപ്പിനെസ് ഷുഡ് ബി ഡിസൈഡഡ് ബൈ യുവർ സെൽഫ് ആൻഡ് someone very near to you, and don't give that opportunity to someone who even doesn't think whether this will do good for you or not. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ നന്നാവുന്ന അവർക്ക് പലപ്പോഴും കണ്ണേടി ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഹാവ് ഫേസ്ഡ് എ ലോട്ട്. സോ you should have influencers but not spoilers.